الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين. ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ നാമുമായി ബന്ധപ്പെട്ടവരെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ വിട പറയുകയാണ്. ഇത് റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാകുന്നു. വേർപാടുകൾ എന്നും സങ്കടമാണ്. പ്രിയപ്പെട്ടവർ പോകുമ്പോൾ, പ്രിയപ്പെട്ടത് പോകുമ്പോൾ മനസ്സിന് ഒരു വിങ്ങലുണ്ട്. പ്രിയ പിതാവിൻ്റെ വെള്ള പുതച്ച് ഉമ്മറത്ത് കിടത്തിയ ശരീരം ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകില്ല. സ്നേഹഭാജനമായ ഉമ്മ വിട പറഞ്ഞ ദിവസവും ഒരു മനുഷ്യന് മറക്കാനാവില്ല. ജീവിതത്തിലേക്ക് വരുന്ന ആഗമനങ്ങൾ മനുഷ്യന് സന്തോഷം പകരും. ചിലപ്പോൾ ആതിഥ്യവും അതിഥിയും മനുഷ്യന് സന്തോഷം നൽകും. പക്ഷെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ, പിരിഞ്ഞു പോകുമ്പോൾ, സമാഗമങ്ങൾക്ക് ശേഷം ശൂന്യത വരുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ദുഃഖമുണ്ടാകും. സത്യത്തിൽ റമദാൻ അങ്ങനെയാണ് പടിയിറങ്ങുന്നത്. നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ ആത്മീയ ചൈതന്യം അത് സന്നിവേശിപ്പിച്ചു. നന്മകളിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തി. അധർമ്മത്തിൽ നിന്ന് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിച്ചു. നാവിനെയും കണ്ണിനെയും നമ്മൾ അറിയാത്ത വിധത്തിൽ നമ്മൾ നിയന്ത്രിച്ചു. അഭിരുചികളെ നാം മാറ്റി നിർത്തി. വൈരങ്ങളെയും വിരോധങ്ങളെയും തൽക്കാലം നാം ഉപേക്ഷിച്ചു. അങ്ങനെ ആത്മീയമായ തലത്തിൽ വിശുദ്ധമായ രാവിനും പകലിനും നാം സാക്ഷികളായി. സാധ്യമാകുന്നത്ര രാത്രികളിൽ ഒറ്റക്കും മറ്റും അല്ലാഹുവോട് കേണ് കരഞ്ഞ് പറഞ്ഞു. ഭൂതകാലത്തിന്റെ വിഷമങ്ങളും ഭൂതകാലത്തിന്റെ ചെയ്തികളും അല്ലാഹുവോട് പങ്കുവച്ചു. ആ റമദാൻ ഇതാ വിട പറയുകയാണ്. നമ്മൾ ചെയ്ത അമലുകൾ അല്ലാഹു സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ തലം. എപ്പോഴും ഭയപ്പാടോടുകൂടി ഓർക്കേണ്ട ഒരു സംഗതിയാണ്. എന്തൊക്കെ നമ്മൾ ചെയ്തു അത് മുഴുവൻ രേഖപ്പെടുത്തുമെന്ന് ഖുർആനാണ് പറയുന്നത്. അതൊരു പുസ്തക രൂപത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിൽ അല്ലാഹു നൽകും എന്നും പറയുന്നു. ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫി ഉനുഖിഹി
വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ, മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ അവരുടെ പെരടിയിൽ അല്ലാഹു സൂക്ഷിച്ചു. അത് ഖിയാമത്ത് നാളിൽ ഒരു പുസ്തകമായി പുറത്തെടുത്തു. ഇപ്പം അത് വായിക്കാൻ പറ്റും. ഓരോരുത്തരുടെയും കൈകളിൽ ഓരോ പുസ്തകം കൊടുത്തു. എന്നിട്ട് അവരോട് അല്ലാഹ് പറയും, ഇഖ്റ കിതാബക, നീ നിന്റെ പുസ്തകം വായിക്കുക. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ, അത് മാത്രം മതി എന്ന് വിചാരണക്ക്. ഒരു മലക്കിന്റെ ചോദ്യം വേണ്ട, ഒരു വേറെ ഒരാളുടെ ഉത്തരവും വേണ്ട. നിനക്ക് നിന്റെ ഗ്രന്ഥം മാത്രം മതി, നിന്റെ പുസ്തകം മാത്രം മതി. രണ്ടാം ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതി അടക്കടക്ക് പൊട്ടിക്കരയും എന്നാണ്. ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. അതുകൊണ്ട് നമ്മൾ ചെയ്ത നന്മയും തിന്മയൊക്കെ അതിലുണ്ട് എന്നാണ്. അല്ലാഹുവിന്റെ സംവിധാനമാണ്. ആ സംവിധാനം അപാരമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്ത ദാനധർമ്മങ്ങൾ, നമ്മൾ ചെയ്ത അമലുകൾ, നമസ്കാരം, നോമ്പ്, സദഖ, സകാത്ത് അടക്കമുള്ള സംഗതികൾ, അതൊക്കെ അല്ലാഹു സ്വീകരിക്കണം. അവന്റെ ഖബൂല് പ്രധാനമാണ്. വല്ലദീന യുഅ്തൂന മാ അതൗ ഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അവർ അല്ലാഹു അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ദാനം നൽകി, ആളുകൾക്ക് അവർ കൊടുത്തു. പക്ഷേ ഖുലൂബുഹും വജില, അവരുടെ ഹൃദയം അസ്വസ്ഥമാണ്, അവരുടെ ഹൃദയം പടപടക്കുന്നു. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടി വരുമല്ലോ എന്ന ഭയം, അവന്റെ അടുത്ത് പോകണമല്ലോ എന്ന ഭയം അവർക്കുണ്ട്. അവർക്ക് കിട്ടിയ സമ്പത്ത്, അവരുടെ ആരോഗ്യമൊക്കെ അവർ നല്ല കാര്യത്തിന് തന്നെ ചെലവഴിച്ചു. സൂറത്തുൽ മുഅ്മിനീനയിലെ ഒരായത്താണ്. റസൂലുള്ളാഹി അതിങ്ങനെ പാരായണം ചെയ്തപ്പോ ആയിഷ ബീവിയുടെ ഒരു ചോദ്യമുണ്ട്. സ്നേഹഭാജനമായ സഹധർമ്മിണി, അഹുമുല്ലദീന യശ്റബൂനൽ ഖംറ വയസ്രിഖൂന, ഹൃദയം പടക്കുന്നു അല്ലാഹനെ പേടിച്ചിട്ട് എന്ന് പറയുന്നവർ, ഇവർ മദ്യപിച്ചവരാണോ നബിയെ, അതോ മോഷ്ടിച്ചവരാണോ നബിയെ? ഖാല, അവിടുന്ന് മറുപടിയാ, ബിന്ത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മോളെ, വലാകിന്നഹുമുല്ലദീന യസൂമൂന വയുസല്ലൂന വയതസദ്ദഖൂന, അവര് നോമ്പ് നോറ്റവരാണ്, നമസ്കരിച്ചവരാണ്, ദാനധർമ്മം നിർവഹിച്ചവരുമാണ്. പക്ഷേ വഹും യഖാഫൂന അല്ലാ യഖബില മിൻഹും, അവർക്ക് പേടി തോന്നുന്നു ഇത് റബ്ബ് സ്വീകരിക്കുകയില്ലേ എന്നുള്ള ഉത്കണ്ഠ, ചെയ്തത് അല്ലാഹു സ്വീകരിക്കുകയില്ലേ എന്നുള്ള ഭയമാണ്. ഹസൻ ബസരി റളിയല്ലാഹു റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഞാൻ 10ഓളം സഹാബിമാരെ കണ്ടിട്ടുണ്ട്, അവർക്കൊക്കെ ഉത്കണ്ഠയുണ്ടായിരുന്നു ചെയ്ത അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ലേ എന്ന്. അത് വിനയമാണ്. അതുകൊണ്ടാണ് നമ്മൾ അനുഷ്ഠിച്ച നോമ്പ്, നമ്മൾ ചെയ്ത ദാനധർമ്മങ്ങൾ, ഇത് റബ്ബ് സ്വീകരിക്കണം. കഅബാലയം വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. അന്നൊരു മനുഷ്യൻ വന്നു, അള്ളാഹു പറഞ്ഞു ആ മനുഷ്യനോട്, നീ ഭൂമിയിലെ അള്ളാഹുവിന് വേണ്ടി ആദ്യത്തെ ഭവനം നിശ്ചയിക്കുക, നീ നിർമ്മിക്കുക, അതിന്റെ അസ്ഥിവാരം നീ പണിയുക. വഅദ്ദിൻ ഫിന്നാസി യഅ്തൂക റിജാല, ആളുകൾ നടന്നു വരും, ഒട്ടകപ്പുറത്ത് വരും, അതുകൊണ്ട് നീ പണിയുക. അങ്ങനെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി കഅബ പണിയുന്നു മകന്റെ സഹായത്തോടെ. ബാപ്പയും മകനും ഒന്നിച്ച് പണിയുന്നു കഅബ. എന്നിട്ടൊരു ദുആയുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹ് ഇത് സ്വീകരിക്കണം. ഇന്നക അൻതസ് സമീഅ്, നീ എല്ലാം കേൾക്കുന്നവനാണ്. അൽ അലീം, നീ എല്ലാം അറിയുന്നവനുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ഘടകം അതാണ്. നമ്മളെല്ലാ നന്മകൾ ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ അതിന്റെ സ്വീകരണം അല്ലാഹു സ്വീകരിക്കണം എന്നാണ്. ആ ബോധം ഉണ്ടാകണം. ആമിർ ബിൻ അബ്ദില്ല എന്ന് പറയുന്ന ഒരു താബിയായ മനുഷ്യൻ, നല്ല പള്ളിയിലൊക്കെ എപ്പോഴും വരുന്ന മനുഷ്യൻ, നല്ല ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ, പക്ഷെ രോഗമായി. ഡോക്ടർമാർ പറഞ്ഞു അയാളോട്, വൈദ്യന്മാർ പറഞ്ഞു, നിങ്ങൾ ഇനി ഒറ്റയ്ക്കൊന്നും പോകാൻ പാടില്ല, നടക്കാൻ പാടില്ല, മക്കളെയും പ്രിയപ്പെട്ടവരുടെയും കണ്ണ് വെട്ടിച്ചിട്ട് ആ മനുഷ്യൻ പള്ളിയിൽ വരും എന്നാണ്. കാരണം അവര് പറയും നിങ്ങൾ പോണ്ട.
അവരുടെ സഹായം വേണം എപ്പോഴെങ്കിലും പോകണമെങ്കിൽ. അപ്പൊ അവർക്ക് എപ്പോഴും പറ്റിക്കൊള്ളണമെന്നില്ല. ഈ മനുഷ്യൻ പള്ളിയിലെത്തും. ആ മനുഷ്യന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, സുജൂദിൽ കിടന്നിട്ട് ആ മനുഷ്യൻ ലോകത്തോട് ഇവിടെ പറഞ്ഞു എന്നാണ്. ആ മനുഷ്യനും അസ്വസ്ഥത കാണിച്ചു എന്നാണ്. അല്ലാഹ് എൻ്റെ അമലുകൾ സ്വീകരിക്കുകയില്ലേ എന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മരണവേള ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. അബൂ ഹുറൈറ വിതുമ്പി കരയാണ്. അപ്പൊ കൂട്ടത്തിലൊരാൾ ചോദിച്ചു, വതബ്കിഅല ദുനിയാ, ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നത് ഓർത്തിട്ടാണോ ഇങ്ങനെ കരയുന്നത്? എന്തിനാണ് അബൂ ഹുറൈറ ഇങ്ങനെ കരയുന്നത്? അപ്പൊ വന്നു മറുപടി, വല്ലാഹി ലാ തുബ്കീനി, അതെന്നെ കരയിപ്പിച്ചിട്ടില്ല കേട്ടോ. എന്നെ കരയിപ്പിച്ചത് എന്റെ യാത്ര, ബുഅദൽ ലിസഫരി, യാത്ര വളരെ ദൂരത്തേക്കാണ്. സിഖലുൽ ഹംലി, എനിക്ക് ഭാരം വളരെ കൂടുതലാണ്. ഖില്ലത്തുസ്സാദ്, യാത്രാ ഭക്ഷണം വളരെ കുറവുമാണ്. ആരാ അബൂ ഹുറൈറ എന്നറിയും? ലോകത്ത് അബൂ ഹുറൈറയുടെ പേര് പറയാത്തൊരു നേരം ഉണ്ടാവില്ല. ഏത് ഹദീസ് വായിക്കുമ്പോഴും അൻ അബീ ഹുറൈറ, ഖബറിലേക്ക് ഒഴുകുന്ന പ്രവാഹമാണ്, ഖബറിലേക്ക് കൂലി ഒഴുകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ ആ മനുഷ്യൻ ലോകത്തോട് വിട പറയുമ്പോൾ പറഞ്ഞു പോയി, റബ്ബേ എനിക്ക് കുറച്ച് മാത്രം യാത്രാ വിഭവം, സാദ് വളരെ കുറച്ച് മാത്രം. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, ഭീകരമായ നരകത്തിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടണം. റമളാനുമായി ബന്ധപ്പെട്ട് നരക വിമോചനം ലഭ്യമാകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധ്യമാകണം. അതിശക്തമായ ചൂടുള്ള നരകമാണ്. ഈ ചൂടിനേക്കാൾ 70 ഇരട്ടി ചൂടെന്ന് പഠിപ്പിച്ചപ്പോൾ സഹാബികൾ പറയും, ഇത് തന്നെ ധാരാളമാണ്. തബൂക്കിലേക്ക് യാത്ര പോകണം കൽപ്പന വന്നു. സഹാബത്തിനോട് റസൂലുള്ള പറഞ്ഞു, യാത്ര തുടരുക, പുറപ്പെടുക, യുദ്ധമാണ്. ആ കാലം വന്ന് ഭീകരമായ ചൂട്, അങ്ങനത്തെ ഒരു ചൂട് മദീന അതിനു മുന്നെയോ ശേഷമോ കണ്ടിട്ടില്ല. മണൽത്തരികൾ പോലും അങ്ങേയറ്റം തളച്ചു നിൽക്കുന്ന നേരം, ചൂടുള്ള കാറ്റ്, സൂര്യൻ കത്തിജ്വലിക്കുന്നു. അവര് യാത്ര തുടങ്ങി. പോകുമ്പോ കപടവിശ്വാസികൾ അവരെ ഉള്ളിൽ ഫിത്തനപ്പെട്ടു. എങ്ങട്ടാ പോണതിലാ തംഫിറോ ഹറാ, ഈ ചൂട് കാലത്തൊന്നും ഒരു യാത്ര പറ്റൂല, എന്ത് ചൂടാ. പക്ഷെ അവര് പോവുക. അള്ളാന്റെ റസൂല് പറഞ്ഞ് അവനെ പോയി. ആദ്യ വഴിയിലെത്തി. 2 സഹാബിമാര് വരുന്ന് അവര് നബിയുടെ അടുത്ത് വന്ന് കരഞ്ഞു, അള്ളാന്റെ റസൂലേ എന്തൊരു ചൂടാണ്, ഞങ്ങൾക്ക് താങ്ങുന്നില്ല, അതുകൊണ്ട് ഈ യാത്ര വന്ന് മാറ്റിവെക്കാനാകുമോ? റസൂലുള്ള ആകെ സ്തബ്ധനായി പോയ ഒരു നിമിഷമാണ്. മൂസാ നബിയുടെ അനുയായികൾ എപ്പോഴും ആ മൂസാ നബിയെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നിർബന്ധമായിട്ട് യുദ്ധത്തിന് പോകുമ്പോ അവര് പറഞ്ഞു, നീ പോയിക്കോ, ഞങ്ങളില്ല, ഞങ്ങൾ ഇവിടെ വിശ്രമിക്കട്ടെ. പക്ഷെ എന്റെ അനുയായികൾ ഇതേവരെ അങ്ങനെ പറയൂല. അത്രമേൽ അവര് ഈ നബിയെ ഏറ്റുവാങ്ങിയവരാണ്. പക്ഷെ അവരെന്റെ നാവെന്നാ വന്നത്, ഒരു വിശ്രമം വേണം, ഒന്ന് മാറ്റിവെക്കണം യാത്ര. അത് നബിയെ വല്ലാതെ ഭയപ്പെടുത്തി. പക്ഷേ അടുത്ത നിമിഷം ജിബ്രീൽ വരണം, അത് നിയമമാണ്. ചരകടി മുഴങ്ങണം, ആ നെറ്റിത്തടം വിയർക്കണം. റസൂലുള്ളാന്റെ ഒരായത്ത് കൂടി വരണം, ഓതിക്കൊടുക്കണം നബിയെ അവർക്ക്. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിന്റെ ചൂട് ഈ ചൂടിനേക്കാൾ ഒരുപാട് ഇരട്ടിയാണ്. പിന്നെ ഞങ്ങളൊന്നും മിണ്ടിയില്ലാന്ന് അവര് പറയും. മദീന തബൂക്ക് വരെ വേച്ച് ഞങ്ങൾ അങ്ങനെ നടന്നു പോയി എന്നാണ്. ആ നരകത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെയാണ് അനുഗ്രഹീതമായ സ്വർഗം. വിശ്വാസികൾക്ക് കടന്നു പോകാനുള്ള, പ്രത്യേകിച്ച് നോമ്പുകാരന്റെ റയ്യാൻ എന്ന മനോഹരമായ കവാടത്തിലൂടെ കടന്നു ചെല്ലാനുള്ള സ്വർഗം. അഅദ്ദല്ലാഹു ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന മനോഹരമായ സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഖാലിദീന ഫീഹാ, ശാശ്വതമായിട്ട് അവിടെ പാർക്കുകയാണ്. ദാലിക്കൽ ഫൗസുൽ കബീർ, അതൊരു മഹാസൗഭാഗ്യമാണ്. ആ ഭാഗ്യം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുർആൻ പറയാം,
അള്ളാനെ നേർക്കുനേരെ വിശ്വാസികൾ കാണുന്നു. ഖുർആൻ ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ലൈലത്തൽ ബദർ, 14-ാം രാവിന്റെ പൂർണ്ണചന്ദ്രനെ നിങ്ങൾ കാണുന്ന പോലെ, നിങ്ങൾ ആകാശത്ത് നോക്കി കാണുന്ന പോലെ നിങ്ങൾ സ്വർഗത്തിൽ അല്ലാഹനെ കാണുമെന്നാണ് ഖുർആൻ പറയുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ വാക്ക. പരിശുദ്ധ ഖുർആൻ പറയാ വുജൂഹി യൗമഇദിൻ മുസ്ഫിറ, അന്ന് ചില മുഖങ്ങൾ പ്രസന്നമാണ്, പ്രസന്നമായ മുഖങ്ങൾ. മുസ്ഫിറ ളാഹിഖത്തും മുസ്തബ്ശിറ, ചിരിക്കുന്ന മുഖങ്ങൾ, സന്തോഷം തൂകുന്ന മുഖങ്ങൾ. വുജൂഹു യൗമഇദിൻ നാളിറത്തുൻ ഇലാ റബ്ബിഹാ നാളിറ, അവരവരുടെ രക്ഷിതാവിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്ത് വേണം? അല്ലാഹുവിന്റെ ചോദ്യം. അവര് പറയും, ഇനി ഞങ്ങൾക്ക് എന്ത് കിട്ടാൻ? എല്ലാ സൗകര്യവും നീ തന്നില്ല റബ്ബേ. പെട്ടെന്ന് ഒരു വിരി മാറും നീങ്ങുന്ന പോലെ ഒരു കർട്ടനങ്ങ് നീങ്ങും. അവരല്ലാഹുവിനെ നേർക്ക് നേരെ നോക്കിക്കാണും. അതാ റസൂലുള്ളാഹി പറഞ്ഞതിൽ സ്വാഇമി ഫർഹത്താനി, നോമ്പുകാരന് 2 സന്തോഷമാണ്. ഫർഹത്തുൻ ഇൻദ ഫിത്റതിഹി, അവൻ നോമ്പ് തുറക്കുന്ന നേരത്തുള്ള സന്തോഷം. വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന നേരത്തുള്ള സന്തോഷം. നോമ്പുകാരൻ അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന നേരത്തുള്ള സന്തോഷമാണ്. ഈ 2 സന്തോഷം നോമ്പുകാരന്. ആ 2 സന്തോഷവും ഏറ്റുവാങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ല വാക്ക് പറയണം, നന്മകൾ ചെയ്യണം, നല്ല ഹൃദയമുണ്ടാകണം. വാക്ക് ഒരു തണൽ മരമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയല്ലേ അത്. നമ്മളെ സുഹൃത്തൊരു കച്ചവടം തുടങ്ങുകയാണ്, നമ്മളോട് അഭിപ്രായം ചോദിച്ചു. അപ്പൊ നമ്മളെ അഭിപ്രായം എന്താ? അത് തുടങ്ങിയിട്ട് കാര്യമില്ല, എത്ര ആൾക്കാർ കൂട്ടിപ്പോയില്ലെന്ന്. അതോടുകൂടി അവന്റെ മനസ്സ് പോയില്ലേ. അവനൊരു മോട്ടിവേഷൻ കൊടുക്കണം, അവനൊരു പ്രചോദനം കൊടുക്കണം. ഭാര്യ ഭർത്താവിന് കൊടുക്കണം, ഭർത്താവ് ഭാര്യക്ക് കൊടുക്കണം, പിതാവ് മക്കളിന് കൊടുക്കണം, മക്കൾ പിതാക്കൾക്ക് കൊടുക്കണം. നല്ല വാക്ക് പറയണം. ഖുർആൻ പറയുന്നൊരു വാക്കുണ്ട്, നല്ല വാക്കിന്റെ ഉദാഹരണം ഒരു നല്ല മരം പോലെ. മസലു കലിമത്തിൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ. നോമ്പുകാരൻ നല്ല വാക്കേ പറയാവൂ, ജീവിതത്തിൽ നല്ല വാക്കേ നമ്മൾ പറയാവൂ. റസൂലുള്ളാഹിന്റെ അടുത്ത് ജിബ്രീല് വരുന്നുണ്ട്. ജിബ്രീല് വന്നിട്ട് പറയാണ്, നബിയേ, നിങ്ങളെ ഖദീജ വരുന്നുണ്ട്, നിങ്ങൾക്കുള്ള ഭക്ഷണവുമായിട്ട് ഖദീജ ദൂരെ നിന്ന് വരുന്നുണ്ട് നബിയേ. നബി അത്ഭുതം കൂറി ജിബ്രീലാണ് വന്ന് പറയുന്നത്. എന്നിട്ട് ജിബ്രീൽ ഒന്നുകൂടി പറഞ്ഞു, ആ ഖദീജയോട് എന്റെ സലാം അറിയിക്കണം നബിയേ. എന്താണ് ഖദീജ ബീവിയുടെ പ്രത്യേകത? ഒരു പഠനം നടത്തേണ്ടതാണ്. വാക്കാണ് ഖദീജയുടെ പ്രത്യേകത. ഒരു വാക്ക് കൊണ്ടെങ്കിലും നബിക്കൊരു വിഷമം ഉണ്ടാക്കിയിട്ടില്ല. ആരെക്കൊണ്ട് സാധിക്കും? കുടുംബജീവിതം, സാമൂഹിക ജീവിതം, വ്യക്തി ജീവിതം, നബിക്ക് പിന്തുണ നൽകി ഖദീജ. ഏത് ഘട്ടത്തിലും നബിയെ പുകഴ്ത്തി ഖദീജ. മറുത്തൊരു വാക്ക് ഖദീജ പറഞ്ഞില്ല. വഹയിന്റെ ആദ്യ രാത്രി മുതൽ തുടങ്ങി, അതിന് മുന്നേ അങ്ങനെ തന്നെ, എപ്പോഴും അങ്ങനെ. പ്രബോധനം തുടങ്ങിയ കാലത്താണ് അവര് കളിയാക്കിയ നബിയെ. ഒന്നുമില്ലാത്തോ അങ്ങനെ വന്നിക്കുക നബിയാണെന്നും പറഞ്ഞിട്ട്. ഇവിടെ എത്ര പണക്കാരുണ്ട്. ഖുറൈശികൾ പരിഹസിച്ചു. അത് സഹിച്ചില്ല. ഖുവൈലിദിന്റെ മകൾക്ക് ജനങ്ങൾക്കിടയിലേക്ക് ആവർത്തക പ്രമാണി ഇറങ്ങി വന്നു. എന്നിട്ടൊരു പ്രഖ്യാപനമുണ്ട്, എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ നൽകി എന്റെ മുഹമ്മദിന്. ഇന്ന് മുതൽ മുഹമ്മദിനെ നിങ്ങൾ ഫഖീർ എന്ന് പറയരുതേ. അതാണ് നബി പറഞ്ഞത്. ഖദീജയുടെ ധനം എനിക്ക് ഉപകാരപ്പെട്ട പോലെ ഒരാളുടെ ധനവും എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. ആലോചിച്ച് നോക്കണം നമ്മൾ. ഏത് നേരത്തും ഖദീജ പ്രചോദനം കൊടുത്തത്. നല്ല വാക്ക്. വിഷമം പ്രയാസമൊക്കെ ഉണ്ടാകും ജീവിതത്തില്, പക്ഷെ വാക്കുകൾ നന്നാക്കണം. സമൂഹ ജീവിതത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ ഒരു വാക്ക് കൊണ്ട് ഒരു നന്മ മുടങ്ങിയാൽ ഖിയാമം വരെ ഖബറിൽ കിടക്കുമ്പോൾ ശിക്ഷ എങ്ങനെ വരും എന്ന് മറക്കണ്ട. അല്ലെ, എത്ര നന്മകൾ നമ്മളെ വാക്കുകൊണ്ട് നമ്മൾ മുടക്കിയിട്ടുണ്ടാകണം. നമ്മളൊരു വാക്കുകൊണ്ട് ഒരു നന്മ സ്ഥാപിക്കപ്പെട്ടാൽ
അതിൻ്റെ പ്രതിഫലം എത്ര വരുന്നുണ്ടാകണം. അതുകൊണ്ട് റമദാൻ വിട പറയുമ്പോൾ ഒരു നല്ല മനുഷ്യനായിട്ട് നമ്മൾ മാറുകയാണ്. ഇനി വയ്യാതെ ഹറാമ് ചെയ്യാൻ ഇനി മാറും. ഭീകരമായ ലഹരിയുടെ നീരാളിപ്പിടുത്തമുള്ള പുതിയ കാലത്ത്, അടുത്ത തലമുറയെ ഭീതിയോടുകൂടി രക്ഷിതാക്കൾ നോക്കി നിൽക്കുന്ന കാലത്ത്, പാഠശാലയിൽ നിന്ന് മകൻ മകൾ വരുന്നത് വരെ കണ്ണ് പൂട്ടാതെ ഇരിക്കുന്ന പുതിയ കാലത്ത് ആ അധ്യാപനങ്ങൾ എത്ര മനോഹരമായിരുന്നു, ദീന് എത്ര സുന്ദരമായിരുന്നു എന്ന് ബോധ്യമാണ്. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ, അതിൻ്റെ നന്മകൾ അത് നമുക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കണം. ഫിത്ർ സക്കാത്ത് ഓരോരുത്തരും നിർബന്ധമായി നിർവഹിക്കണം. തുഹ്റത്തൻ ലിസ്വായിം വതുഅ്മത്തൻ ലിൽ മസാകീൻ, പാവപ്പെട്ടവൻ അന്നം. നിങ്ങളെ നോമ്പിന്റെ വിശുദ്ധി, ദീനിന്റെ ഒരു വിശാലമായ തലം പഠിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. എത്ര സംഗതികൾ അന്നവുമായി ബന്ധപ്പെട്ട് മതം പഠിപ്പിച്ചു. എത്ര, ഒന്നും രണ്ടും അല്ല, ഒരുപാട്. സത്യം ചെയ്തു, നടപ്പാക്കാൻ കഴിഞ്ഞില്ല, കഫാറത്ത് കൊടുക്കണം. ആ കഫാറത്തിൽ പറയുന്ന ഒന്നാമത്തെ സംഗതി 10 പേർക്ക് ഭക്ഷണം കൊടുക്കണം. നിങ്ങൾ നേർച്ച നേർന്നു, നിങ്ങൾക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല, അപ്പോഴും കഫാറത്ത് കൊടുക്കണം. അതും ഇതേ കഫാറത്ത്, 10 പേർക്ക് അന്നം കൊടുക്കണം. നോമ്പിന്റെ പകലിൽ ഭാര്യയുമായിട്ട് ബന്ധം നടത്തി, അങ്ങനെ പാളിപ്പോയി, ചിലപ്പോൾ മനുഷ്യ സഹജമാണ്. ഇതിനെന്താ പരിഹാരം? 60 പേർക്ക് അന്നം കൊടുക്കണം. 60 പേർക്ക് അന്നം കൊടുക്കണം. രോഗം കൊണ്ടോ മറ്റോ നമ്മുടെ നോമ്പ് നഷ്ടപ്പെടുന്നുവെങ്കിൽ അതിന് ഫിദിയ കൊടുക്കണം. അതും മറ്റുള്ളവന്റെ അന്നമാണ്. നോമ്പ് തുറപ്പിക്കുമ്പോൾ അന്നം കൊടുക്കുന്നതും പുണ്യമാണ്. മനുഷ്യന്റെ വിശപ്പടക്കാൻ ഇത്ര നല്ല ഒരു സിദ്ധാന്തം ലോകത്ത് വന്നിട്ടില്ല. അതാണ് പരിശുദ്ധ ദീൻ. അവിടെയാണ് തുഹറത്തൻ ലിസ്വായിമി വതുഅ്മത്തൻ ലിസ്വായിം, തുഹറത്തൻ ലിസ്വായിമി വതുഅ്മത്തൻ, പാവപ്പെട്ടവന് തുഅ്മത്തൻ ലിൽ മസാകീൻ, പാവപ്പെട്ടവന് ഭക്ഷണം, നോമ്പുകാരന് വിശുദ്ധി. ആ തലത്തിലേക്ക് പോകണം. അതുകൊണ്ട് റമദാൻ വിട പറയുന്നു. ആരൊക്കെ അടുത്ത വർഷം നമുക്കറിയില്ല. ഓരോ റമദാൻ വരുമ്പോഴും നമ്മളത് ഓർക്കാറുണ്ട്. കഴിഞ്ഞ റമദാനിലുള്ള പലരും ഇപ്പോൾ 6 അടി മണ്ണിൽ കിടക്കുന്നു. അടുത്ത റമദാനിൽ എത്ര പേര് 6 അടി മണ്ണിൽ കിടക്കും നമുക്കറിയില്ല. റമദാൻ എപ്പോഴും വരും. അന്നും നോമ്പ് തറകളുണ്ടാകും, അന്നും ഇവിടെ സൂര്യൻ ഉദിക്കുന്നുണ്ടാകും, അന്നും നമ്മളെ മക്കൾ ഇവിടെ നടന്നു പോകുന്നുണ്ടാകും, അന്നും ഇവിടുത്തെ പാഠശാലകൾ മനോഹരമായി പ്രവർത്തിക്കുന്നുണ്ടാകും. നമ്മൾ 6 അടി മണ്ണ് കിടക്കും. നമ്മൾ പോയതുകൊണ്ട് ഈ നാട്ടില്, ഈ ലോകത്തിന്റെ ക്രമത്തിനൊന്നും മാറ്റം ഉണ്ടാവില്ല. അതങ്ങനെ തന്നെ നടക്കും. 3-4 ദിവസം മക്കൾ നമ്മളെ ഓർക്കും, പ്രിയപ്പെട്ടവർ നമ്മളെ ഓർക്കും, പിന്നെ അവരും മറക്കും. അത് ലോകത്തിന്റെ നിയമമാണ്. എന്നോ ഖബറിന്റെ സമീപത്ത് തിരക്കുകൾ മാറ്റി വെച്ചിട്ട് നമ്മളെ മക്കൾ വരുമ്പോ ആ കിട്ടുന്ന ഒരു ദുആ അല്ലാതെ വേറൊന്നുമില്ലാത്തൊരു കാലം വരും. ജാരിയായ സദഖ ജീവിതത്തിൽ നമ്മൾ നടത്തിയ അതിന്റെ പ്രതിഫലം മാത്രം വരുന്നൊരു കാലം വരും. ആ ബോധം നമുക്കുണ്ടാകണം. എന്നല്ലെങ്കിൽ നാളെ നമ്മൾ അങ്ങോട്ട് കടന്നു പോകുമെന്നുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ടാകണം. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമായിട്ട് പരലോകത്ത് സാക്ഷി പറയണം. പറയുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും മനസ്സാക്ഷിയാണ്. നോമ്പ് ഇത്രയും ദിവസമായി എന്തൊക്കെ നന്മകൾ ഞാൻ ചെയ്തു. നോമ്പ് അനുകൂലം പറയുമോ? ഖുർആൻ നമുക്ക് അനുകൂലം പറയുമോ? 2 ശുപാർശകൾ പറയുന്നുണ്ടല്ലോ നോമ്പുമായി ബന്ധപ്പെട്ട്. നോമ്പും ഖുർആനും അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയുമെന്നാണ്. ഖുർആൻ പറയുന്ന വർത്താനം എന്താ? യാ റബ്ബ്, അവൻ എനിക്ക് വേണ്ടി ഉറക്കമൊഴിച്ചു, അവൻ എനിക്ക് വേണ്ടി ഉറക്കമൊഴിച്ചു. അങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ ആത്മപരിശോധന നടത്തുക. ഒരു രാത്രിയെങ്കിലും, ഒരിറ്റ് കണ്ണീരെങ്കിലും 2 കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അള്ളാനെ ഓർത്തിട്ട് ഇറ്റി വീണ ഒരു കണ്ണുനീർ, അവന്റെ ശിക്ഷ ഓർത്ത്, അവന്റെ കാരുണ്യമോർത്ത്, അള്ളാനെ ഓർത്തിട്ട് ഒരു ഇറ്റ് കണ്ണീര് വീണാൽ ആ കണ്ണ് നരകത്ത് കിടക്കൂല. വഅയ്നുൻ ബാത്തത്ത്,
വേറെ ഒരു കണ്ണ്, ആ കണ്ണ് അള്ളാന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണാണ്. അങ്ങനത്തെ ഒരു കണ്ണ് ചിലപ്പോൾ യുദ്ധമാകാം, അതിനുവേണ്ടി ഉറക്കമൊഴിച്ചതാകാം, അതല്ലെങ്കിൽ ദഅവയാകാം, അല്ലെങ്കിൽ ദീനീ പ്രവർത്തനങ്ങളാകാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഖുർആനുമായി ബന്ധപ്പെട്ടതാകാം. അങ്ങനെ നന്മക്ക് വേണ്ടി ഉറക്കമൊഴിച്ചൊരു കണ്ണ് അതുണ്ടോ? ആ രണ്ട് കണ്ണിനെയും അല്ലാഹു ഐനാനി, ആ രണ്ട് കണ്ണും നരകം സ്പർശിക്കുകയില്ലെന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷ കിട്ടണം, അനുഗ്രഹീതമായ സ്വർഗലോകത്ത് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം. അല്ലാഹു ആ സ്വർഗത്തിലെത്താൻ നമുക്കൊക്കെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. റമദാനാണ് വിട പറയുന്നത്. തീർച്ചയായും അത് വലിയ സങ്കടം ഉണ്ടാക്കുന്ന സംഗതിയാണ്. ഇങ്ങനെ ഒരു അടുത്ത റമദാൻ വരണമെങ്കിൽ ഇനി ഒരു 11 മാസം കടന്നു പോകണം. അത്ര കാലം ആയുസ്സല്ല തരുമോ എന്ന് നമുക്ക് ആർക്കും നിശ്ചയം പോരാ. അതുകൊണ്ട് ഈ കിട്ടിയ റമദാൻ നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് മിക്കവാറും ഞായറാഴ്ച മാസപ്പിറവി സംഭവിക്കും. അങ്ങനെ ആകുമ്പോൾ തിങ്കളാഴ്ച നമ്മുടെ ഈദുൽ ഫിത്ർ നമസ്കാരം ആഘോഷം ഒക്കെ നടക്കണം. അതിൻ്റെ സമയം 7:30. അത് 31 ആകുന്ന ഒരു പ്രതീക്ഷ വേണ്ട. 7:30 അതിൻ്റെ സമയം. നമ്മുടെ സ്കൂൾ മൈതാനിയിൽ സജ്ജമാക്കിയ സംയുക്ത കൂട്ടിൽ മഹല്ല് സംയുക്ത ഈദ്ഗാഹ്, അത് ഇത് മുസല്ലയുമായി ഉദവൊക്കെ ചെയ്തിട്ടാണ് നിങ്ങളവിടെ എത്തിപ്പെടേണ്ടത്. അതോടൊപ്പം ചെരുപ്പ് പുറത്ത് വെക്കണം. അതല്ലെങ്കിൽ ഒരു കവറ് നിങ്ങൾ കരുതുന്നത് നന്നായിരിക്കും. സുഗമമായിട്ട് അതിൻ്റെ ഒരു ക്രമീകരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ ശിരസാ വഹിക്കുക. അങ്ങനെ ആ കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് സമയത്തിൻ്റെ കാര്യം. 7:30 എന്ന് പറഞ്ഞാൽ 7:30 മണി. അപ്പോൾ നേരത്തെ ഒരുങ്ങണം. പിന്നെ ആ ആൾ വരുന്നുണ്ട്, അയാൾക്ക് വേണ്ടി കൂടി കാത്തുക്കുക. അങ്ങനൊരു സിസ്റ്റം പൊതുവെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സംഗതി അല്ലല്ലോ. അതുകൊണ്ട് ആ കാര്യം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. എന്നല്ലെങ്കിൽ നാളെ നമ്മൾ ലോകത്തോട് വിട പറയുന്നുള്ള ബോധം, ഒരു നാളിൽ നമ്മൾ ഇവിടുന്ന് കടന്നു പോകുമെന്നുള്ള ബോധം, കാലം പോകുന്ന പോലെ, രാവും പകലും മാറി വരുന്ന പോലെ, കലണ്ടറുകൾ ചുമരിൽ നിന്ന് മാറ്റി പോകുന്ന പോലെ നമ്മൾ ഈ ലോകത്തോട് വിട പറയും. കൂടെ ഉള്ളത് നമ്മുടെ കർമ്മങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. എപ്പോഴും നമ്മളത് ഓർക്കുന്നൊരു സംഗതിയാണ്. എല്ലാം തിരിച്ചു പോരുമല്ലോ. കൂടെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ മാത്രം കൂടെ ഉണ്ടാവും. അതിനെങ്ങോട്ടും പോകാൻ കഴിയില്ല. അത് നന്മയാണെങ്കിൽ നന്മയായിട്ട് കൂടെ നിൽക്കും, തിന്മയാണെങ്കിൽ തിന്മയായിട്ട് കൂടെ നിൽക്കും. അതുകൊണ്ട് നന്മകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താണ്. എത്രയോ പ്രിയപ്പെട്ടവർ നമുക്ക് മുന്നേ 6 അടി മണ്ണിലേക്ക് കടന്നുപോയി. ഒരുപാട് രോഗം പിടിച്ച് പ്രയാസപ്പെട്ടവർ ഒക്കെ മരിച്ചുപോയി. ഇപ്പോഴും രോഗവുമായിട്ട് മരണതുല്യമായി ജീവിക്കുന്ന കുറേ സ്നേഹിതന്മാർ, കുറേ ബന്ധുക്കളൊക്കെ നമുക്കൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ. അതൊക്കെ വലിയ പാഠവും പരീക്ഷണവുമാണ്. അതുകൊണ്ട് ഖബറിൽ കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗതുല്യമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. കടബാധ്യതകൾ വീട്ടാൻ അല്ലാഹു നമ്മൾക്ക് സഹായം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിനെ സഹായിക്കുന്നവർ, നമ്മളെ സഹായിക്കുന്നവർ, അല്ലാഹു അവരെയൊക്കെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗത്ത് കഷ്ടപ്പാടും പ്രയാസവും മറുതിയുമായിട്ട് കഴിയുന്ന, യുദ്ധക്കെടുതിയുമായി കഴിയുന്ന ഒരുപാട് പ്രിയപ്പെട്ട പാവങ്ങൾ, മക്കൾ, അള്ളാഹുവരുടെ വിഷമങ്ങൾ നീക്കിക്കൊടുത്ത് അവർക്ക് അനുഗ്രഹം ചുരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു പരലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
മക്കളെ കൊണ്ട് കണ്ണിന് കുളിർമയുള്ള ഒരു സൗഭാഗ്യം തന്ന് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബജീവിതം ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ ആക്കിത്തന്ന് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹറാമുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വീടകങ്ങളിൽ ദീനിന്റെ അന്തരീക്ഷം നിലനിർത്തി തന്ന് റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار.